ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. പത്രങ്ങളിലൂടെ പുതിയൊരു എപ്പിസോഡ്. ഞാനും നിഷാനും മത്സരിക്കാൻ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് മത്സരങ്ങളിലേക്ക് കടക്കാം. ഫെബ്രുവരി 3 മുതൽ 9 വരെയുള്ള പത്രങ്ങളിൽ നിങ്ങൾ കണ്ട വാർത്തകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. പതിവ് പോലെ 3 റൗണ്ട്. ഒന്നാമത്തെ റൗണ്ടിൽ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 1-നും 10-നും ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണമെങ്കിലും. ഈ റൗണ്ടിന്റെ പ്രത്യേകത, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും. ആ സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും. ഇത്തവണ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തരുന്നു, നിർബന്ധമായിട്ടും അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാകും. ആ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്ത് അത് തിരുത്തിയാൽ മാത്രം തിരുത്തുന്നവർക്ക് 10 മാർക്ക്. അത് പാസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 5 മാർക്ക്. ഓക്കെ, ആരാണ് തുടങ്ങുന്നത്? നിഷാൻ ആദ്യത്തത്. 1 മുതൽ 10 വരെ നിനക്ക് നമ്പർ സെലക്ട് ചെയ്യാം. 3. ഈ വർഷത്തെ ഗ്രാമി അവാർഡിൽ ആൽബം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റിന്റെ കൗബോയ് കാർട്ടർ ആണ്. ഇതാണ് ചോദ്യം. തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറഞ്ഞാൽ മതി. ഈ വർഷത്തെ ഗ്രാമി അവാർഡിൽ ആൽബം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റിന്റെ കൗബോയ് കാർട്ടർ ആണെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒറ്റ മിസ്റ്റേക്ക്. അതാണ് തിരുത്തേണ്ടത്. അല്ല, പകരം ആരുടെ ഇത്? 5 മാർക്ക് ഞാൻ. ഓക്കെ, നിഷാൻ, നിബി പറഞ്ഞു. ഇത്തവണത്തെ ഗ്രാമി അവാർഡ്സിൽ ആൽബം ഓഫ് ദ ഇയർ ആയി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബിയോൺസെയുടെ കൗബോയ് കാർട്ടറിനാണ്. അതെ, കൗബോയ് കാർട്ടർ ആണ് ഗ്രാമി അവാർഡ് ആണ്, ആൽബം ഓഫ് ദി ഇയർ ആണ്. പക്ഷേ ടൈലർ സ്വിഫ്റ്റിൽ നിന്നാണ് ഇത്തവണ അവാർഡ് ഏറ്റുവാങ്ങിയത്. നിഷാൻ ബിയോൺസെ ആണ് വാങ്ങുകയായിരുന്നു. ബിയോൺസെ ആണ് അവാർഡ് നേടിയിരിക്കുന്നത്. ശരി, നിബിക്ക് സെലക്ട് ചെയ്യാം. നിഷാൻ പറഞ്ഞ നമ്പർ ഏതാ? 3 ആയിരുന്നു. 1. 28 വർഷത്തിന് ശേഷം കേരളത്തിന് ദേശീയ ഗെയിംസ് ഫുട്ബോൾ സ്വർണം. ദേശീയ ഗെയിംസ് ഫൈനലിൽ അസമിനെ പരാജയപ്പെടുത്തി കേരളം സ്വർണം നേടിയിരിക്കുന്നു. തെറ്റാണ്. തെറ്റേതാണ്? അസമിനെ തോപ്പിച്ചു എന്നുള്ളത്. പിന്നെ ഉത്തരാഖണ്ഡിനെ ഫൈനലിൽ ആതിഥേയരായ ഉത്തരാഖണ്ഡിനെയാണ് പരാജയപ്പെടുത്തിയത് 1-0. അപ്പോൾ 28 വർഷത്തിന് ശേഷമാണ് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിന് സ്വർണം കിട്ടിയെന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ പരാജയപ്പെടുത്തി ഉത്തരാഖണ്ഡിനെയാണ്. ശരി, നിഷാൻ അടുത്ത നമ്പർ. നിവിക്ക് 15 മാർക്കായിരിക്കുന്നു. 5. ബ്രിട്ടീഷ് നാവികസേന ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ പട്ടികയിലേക്ക് ചുരിദാറിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മെസ് ജാക്കറ്റ് എന്ന ഓവർകോട്ട് ഉൾപ്പെടെ വേണം ധരിക്കാൻ. നിഷാൻ, എനിക്ക് ഇത് പ്രയാസമുള്ള, എന്നാൽ വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ല, പക്ഷേ നീ തന്നെയാണ് നമ്പർ സെലക്ട് ചെയ്യുന്നത്. ബ്രിട്ടീഷ് നാവികസേന തങ്ങളുടെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ചുരിദാറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെസ് ജാക്കറ്റ് എന്ന ഓവർകോട്ട് ഉൾപ്പെടെ വേണം അത് ധരിക്കാൻ. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ധരിക്കേണ്ട. നിബിക്ക് ചുരിദാർ മാറ്റി സാരി ആക്കണം. ബ്രിട്ടീഷ് നാവികസേന ഔദ്യോഗിക ചടങ്ങുകളിൽ വേണ്ടി ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളുടെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വസ്ത്രം ചുരിദാർ അല്ല, സാരിയാണ്. മെസ് ജാക്കറ്റ് ഉൾപ്പെടെ വേണം. നിബി 20 മാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നിഷാൻ, വിഷമിക്കണ്ട, നീ തന്നെ സെലക്ട് ചെയ്ത നമ്പറുകളാണ്. അതെ, 10. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ മരിയ ജസ്റ്റ് മരിയ എഴുതിയത് ജയശ്രീ കളത്തിലാണ്. പിന്നെ സന്ധ്യ മേരിയുടേതാണ് മരിയ ജസ്റ്റ് മരിയ എന്ന കൃതി. നിഷാൻ അറിയാവുന്നതാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്പർ സെലക്ഷനിൽ വന്നിരിക്കുന്നത് അബദ്ധമാണ്. അപ്പൊ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം മരിയ ജസ്റ്റ് മരിയാണ്. അപ്പൊ ജയശ്രീ കളത്തിൽ ആരാണ്? അതെ, മരിയ വെറും മരിയാണ് സന്ധ്യാമേരിയുടെ പുസ്തകം. അതിനെ ആഗോളതലത്തിലേക്ക്, പുസ്തകത്തിന്റെ യഥാർത്ഥ ആ പുസ്തകത്തെക്കാൾ ഭംഗിയാണ് ഇതിന്റെ വിവർത്തനം എന്നാണ് പറയുന്നത്. നമ്മൾ വായിച്ചിട്ടില്ല പുസ്തകം, പക്ഷെ നിർബന്ധമായും വായിക്കേണ്ട പുസ്തകമാണ്. നിബിക്ക് എത്ര മാർക്കായി? 20. 30. നിഷാൻ, നിന്റെ നമ്പർ ഏതാ? 6. അല്ല, ഇതിനകത്ത് നമ്മൾ ഉത്തരവാദി അല്ലല്ലോടാ. 338 സിക്സറുകൾ പൂർത്തീകരിച്ച് രോഹിത് ശർമ്മ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ വ്യക്തി എന്ന റെക്കോർഡ് എത്തിയിരിക്കുന്നു. എന്താ കാരണം? സെക്കൻഡ് പ്ലേസ്, 2ാമത്തെ സ്ഥാനത്താണ് രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനം ആർക്കാ?
സംസ്ഥാനം എനിക്ക് അറിയില്ല. പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിക്കാണ്. നേരത്തെ രണ്ടാമത് ആരായിരുന്നു അറിയോ? ക്രിസ് ഗെയിൽ ആയിരുന്നു. ക്രിസ് ഗെയിലിന് ഓക്കെ. നിഷാന് 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, നിന്റെ മൂന്നാമത്തെ ചോദ്യമായിരുന്നു. നിബി 2. ആധാരം ഡിജിറ്റൽ ആക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആധാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആധാരങ്ങൾ ഉൾപ്പെടെ അത് ഡിജിറ്റൽ ആക്കാൻ പോവുകയാണ് എന്നാണ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷന്റെ വകുപ്പ് മലയാളം രജിസ്ട്രേഷൻ വകുപ്പ് എന്ന് തന്നെ പറയുന്നുള്ളൂ. VM വാസവനാണ് തെറ്റ്. അതൊക്കെ അപ്പൊ ആരാ? MB രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. നിബിക്ക് മാർക്ക്. നിന്റെ നിഷാനുണ്ടോ? ആരാ? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഉത്തരം. രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹമാണ്. അതെ, പുതിയ മന്ത്രി. അതെ, രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, മാർക്കില്ല. നിബിക്ക് മാർക്കില്ല. നിഷാന്റെ നമ്പർ 4. ഏതാ? അല്ല, പ്രത്യേകം വരുന്നു. ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഇത്തവണത്തെ മുദ്രാവാക്യം. ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ സയൻസ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. പിന്നെ തിരുവനന്തപുരം അല്ല. ഓക്കെ, ഹരിതഭാവിക്ക് വേണ്ടിയുള്ള ഇല്ലില്ല. ജില്ല ഏതാണെന്ന് പറഞ്ഞു, പകരം സ്ഥലം പറഞ്ഞു. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഗസ്, എനി ഗസ്. കൊച്ചി, എറണാകുളം, തൃശ്ശൂരാണ് ഉത്തരം. ഇവനാ എനിക്ക് പറഞ്ഞു തന്നെ. നിന്റെ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതെ, ശാസ്ത്ര കോൺഗ്രസ്. ഇവനാ എനിക്ക് പറഞ്ഞു. ശരി. ഓക്കെ. 37ാമതായിരുന്നു. കറക്റ്റ് ആണ്. നിബിക്ക് 5 മാർക്ക്. നിഷാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ തെറ്റിയിരിക്കുന്നു. അടുത്ത് ഏതാ? 9. ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ കേരള താരം ഹർഷിത ജയറാമിന് ഹാട്രിക് സ്വർണം. ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ കേരള താരം ഹർഷിത ജയറാമിന് ഹാട്രിക് സ്വർണം. ഞാൻ പെട്ടെന്ന് മാറിപ്പോയി, ഞെട്ടിപ്പോയി. പേര് ഇനം അത്ലറ്റിക്സ് അല്ല, പിന്നെ സ്വിമ്മിങ്, നീന്തലാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കേരള താരം ഹാട്രിക് നേടുന്നത്. ഓക്കെ, ഹർഷിത ജയറാം തന്നെയാണ്. ദേശീയ ഗെയിംസ് ആണ്, നീന്തലിലാണ്. നിബിക്ക് വീണ്ടും 10 മാർക്ക്. നിഷാൻ നമ്പർ സെലക്ട് ചെയ്യാം. 10 ഞാൻ സെലക്ട് ചെയ്ത. 10 സെലക്ട് ചെയ്താ. ഇത് നിഷാന്റെ അവസാനത്തെ അല്ലേ? 1 2 3 4 5. പറഞ്ഞു. 2 ക്വസ്റ്റ്യനുണ്ട് നിഷാനോട്. അവസാനത്തെ ചോദ്യം നിഷാനോട്. രാജ്യത്തെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല എന്ന സ്ഥാനം ഇനി മുതൽ തൃശ്ശൂരിന് സ്വന്തം. രാജ്യത്തെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ ഇനി ഇല്ല. റൂമാറ്റിക് ഫീവർ നിരോധിച്ച ഇല്ലാതായ ജില്ല എന്ന സ്ഥാനം ഇനി തൃശ്ശൂരിന് സ്വന്തം. പിന്നെ കോട്ടയമാണ് ശരിയായ ഉത്തരം. നിഷാൻ 10 മാർക്ക്. ശരി, അടുത്ത ചോദ്യം. ലാസ്റ്റ് ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സർവേ അവതരിപ്പിച്ചു പാർലമെന്റിൽ. അതിൽ മാതൃകാപരമായ മാലിന്യ സംസ്കരണം നടത്തുന്ന വയനാട് ജില്ലയിലെ ഇരട്ടയാർ പഞ്ചായത്തിനെ കുറിച്ച് പരാമർശമുണ്ട്. എല്ലാം കറക്റ്റ് ആണ്. വയനാട് ജില്ല അല്ല. പിന്നെ പാലക്കാടാണോ? പാലക്കാട് ജില്ല. തെറ്റായ ഉത്തരം. ജില്ല ഏതാണ് ശരിയാക്കിയാൽ മതി. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സർവേയിൽ മാതൃകാപരമായ മാലിന്യ സംസ്കരണം നടത്തുന്ന ഇരട്ടയാർ പഞ്ചായത്തിനെ കുറിച്ച് പരാമർശം. ഇരട്ടയാർ 2 ആറ് ഒഴുകുന്നു. 2 3 6 ഒഴുകുന്ന ജില്ല. നിഷാന് പറയാൻ അവസരം. 2 3 6 ഇത്രയും വലിയ ക്ലൂ എനിക്കുള്ളിൽ തരാനില്ല. നീ ശരിയാക്കട്ടെ. ഉത്തരം പറഞ്ഞ നിഷാൻ. 3 ആറുകളൊക്കെ ഒഴുകുന്ന 2 6 ഇരട്ടയാർ, 3 6 3 6 ഉള്ള ജില്ല ഏതായിരുന്നു? ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലായിരുന്നു ഇരട്ടയാർ പഞ്ചായത്ത്. 2 പേർക്കും മാർക്കില്ല. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ നിലവിൽ മാർക്ക് നിഷാന് 15 മാർക്ക്, നിബിക്ക് 45 മാർക്ക്. നിനക്ക് 15 അല്ലേ? ഒരു 5 സോറി, നിഷാൻ 20 മാർക്ക്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വൈറ്റ് ക്ലൗഡ് ഇവന്റ് മേക്കേഴ്സ്.
കോട്ടയം ബേസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഇവന്റുകളെല്ലാം നടത്തുന്ന വൈറ്റ് ക്ലൗഡ്സ്. ബർത്ത്ഡേ പാർട്ടി, കല്യാണം, മാമോദീസ, ഹൗസ് വാമിംഗ്, ചടങ്ങ് എന്തുമായിക്കോട്ടെ അവിടെ ആ ചടങ്ങിനെ ഗംഭീരമാക്കാൻ വൈറ്റ് ക്ലൗഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാം റൗണ്ടിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഫോണിൽ ടാബ് കയ്യിലുണ്ടല്ലോ, ചില ചിത്രങ്ങൾ വരും. ആ ചിത്രങ്ങൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. രണ്ടുപേർക്കും കോമൺ ആണ് ക്വസ്റ്റ്യൻ. ഓരോ ചോദ്യത്തിനും 10 മാർക്ക്. വന്നല്ലോ അത് ചിത്രം കണ്ടല്ലോ. അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിന്റെ ചിത്രമാണത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ചിത്രം വരാൻ കാരണമെന്ന് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. വിശദീകരിച്ചൊന്നും എഴുതേണ്ട, കാര്യം മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചെറുതായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്ലൂ ഇട്ടാ മതി. ഓക്കെ, നിഷാന്റെ ഉത്തരം ഉണ്ടോ? ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ ഈ ഡങ്കിയൊക്കെ ചെയ്തു വന്നവരെ ചങ്ങലയിട്ട് കൊണ്ടുപോയ പ്ലെയിൻ അല്ലേ? നിബി, അനധികൃത അഭയാർത്ഥികളെ, അതാണ് ഇല്ലീഗൽ മൈഗ്രൻസിനെ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം കറക്റ്റാണ്. രണ്ടുപേർക്കും 10 മാർക്ക്. തിരികെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ച എന്ത് പറ്റി നിഷാൻ? എങ്ങനെ തോറ്റ് തുന്നമ്പാടി നിൽക്കുമല്ലേ? വേണ്ട, നീ ചെറിയ ക്ലാസ്സുകാരനായിട്ടല്ലേ. ശരി, രണ്ടാമത്തെ ചിത്രം നിങ്ങളുടെ ചിത്രത്തിലേക്ക് വന്നിരും. രണ്ടാമത്തെ ചിത്രം നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു പുസ്തകത്തിന്റെ പടമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ പുസ്തകത്തിന്റെ പ്രസക്തി എന്ന് മാത്രം എഴുതുക. സ്പെസിഫിക് ആയിട്ട് എഴുതുക. 10 മാർക്ക്. ഓക്കെ, ഉത്തരം പറയുന്നു. നിബി ആദ്യം പറഞ്ഞോളൂ. പൊന്മാൻ സിനിമയ്ക്ക് പ്രചോദനമായ പുസ്തകം. പൊന്മാൻ ഫിലിം ഈ പുസ്തകം ബേസ് ചെയ്താണ്. അതെ, കറക്റ്റ് ആണ്. രണ്ടുപേർക്കും ശരി ഉത്തരം. പൊന്മാൻ സിനിമയുടെ സംവിധായകന്റെ പേര് പറയാമോ? ജ്യോതിഷ് ശങ്കർ. ജ്യോതിഷ് ശങ്കർ ആണ് സംവിധായകന്റെ പേര്. ഓക്കെ, മൂന്നാമതൊരു ചിത്രം നിങ്ങളുടെ ഫോണിൽ എത്തിയിട്ടുണ്ടല്ലോ, വന്നില്ലേ? ചിത്രം കണ്ടല്ലോ. അതിൽ ഏതോ ഒരാളുടെ മുഖം ഞാൻ മറച്ചിട്ടുണ്ട്. ആരുടെ മുഖമാണെന്നാണ് എഴുതേണ്ടത്. ആ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ ഒരാളുടെ മുഖം പച്ച കളർ കൊണ്ട് മറച്ചിട്ടുണ്ട്. അതാരായിരിക്കും എന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഏതോ ഒരു വനിത ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്നു. അവരുടെ മുഖം മറച്ചിട്ടുണ്ട്. ആ ജസ്റ്റ് നോക്കുക, ആ ചിത്രം, ആ ബാക്ക്ഗ്രൗണ്ട് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂക്ഷിച്ചു നോക്ക്. പടം മുഴുവൻ നോക്ക്. സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തോ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അവിടെ പുറകിൽ എന്തൊക്കെയാ കാണുന്നേ? ആ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. എന്തോ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിലേക്കുള്ള ഒരാള്. ഇത്രേ ഉള്ളൂ. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. നിഷാൻ ഉത്തരം ഉണ്ടോ? ഒരു ഗസ് ഉണ്ടോ? ഒരു ഗസ്സും ഇല്ല. ഓക്കെ, നിബിയുടെ ഉത്തരം കാരണം അവിടെ ബാക്കില് ക്യാൻസർ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതായത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അല്ല അകറ്റാം അർബുദം. യെസ്, ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആയിരുന്നു. ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8. ഫെബ്രുവരി 4 മുതൽ ബ്രാൻഡ് അംബാസിഡർ. യെസ് നിഷാൻ, ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ സംസ്ഥാന സർക്കാർ ജനകീയ ക്യാമ്പയിനിലൂടെ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധം തീർക്കുകയാണ്. ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മഞ്ജു വാര്യർ. അതാണ് നമ്മുടെ ആ ചിത്രത്തിൽ വന്നിരിക്കുന്നത്. ശരി, വീണ്ടും ഒരു ചിത്രം നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ. എത്തിയല്ലോ, നോക്കൂ. വന്നോ? ഒരു കല്യാണ ഫോട്ടോയാണ്. എന്തെങ്കിലും ഐഡിയ? ഒരു ക്ലൂ തരാം. അത് KR ഗൗരിയമ്മയുടെയും TV തോമസിന്റെയും കല്യാണ ഫോട്ടോയാണ്. മന്ത്രിമാർ തമ്മിൽ വിവാഹം കഴിച്ചത്. റോസ് ഹൗസ് എന്ന മന്ത്രിമന്ദിരത്തിൽ വെച്ചാണ് ആ കല്യാണം നടന്നത്. ഇത്രേ ഉള്ളൂ. റോസ് ഹൗസ് എന്ന മന്ത്രിമന്ദിരത്തിൽ വെച്ചാണ് ആ കല്യാണം നടന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ചിത്രം? ഒരൊറ്റ കേസിലൂടെ പറയാം. അവർക്ക് KR ഗൗരിയമ്മയുടെയും TV തോമസിനും ആ ചിത്രം വേറെ പ്രസക്തിയൊന്നുമില്ല. റോസ് ഹൗസ് റോസ് ഹൗസ് കല്യാണം, മന്ത്രിമന്ദിരം, ഇത്ര വന്നുള്ളൂ. അപ്പം ഏതോ മന്ത്രിമന്ദിരം കല്യാണം. ഇത്രേ ഉള്ളൂ. പത്രം നിങ്ങൾ രണ്ടുപേരും ഇത്തവണ നല്ല അരിച്ചു പിറക്കി കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ ഇതേ ഇത്ര ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. എനി ചാൻസ്? റോസ് ഹൗസിൽ താമസിക്കുന്ന മന്ത്രി V ശിവൻകുട്ടിയാണ്.
അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമായിരുന്നു. കല്യാണം നടന്നത് അവിടെ വെച്ചാണ്. അത് മാത്രമല്ല, നിങ്ങളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏറ്റവും ലളിതമായ ഒരു വിവാഹ ചടങ്ങ്, വളരെ കുറച്ച് പേര് മാത്രം. തൊട്ടടുത്ത ദിവസം റിസപ്ഷൻ ഉണ്ടായിരുന്നു, അവിടെയും ചെറിയ ചായ സൽക്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മന്ദിരത്തിൽ ഒരുപാട് നാൾക്ക് ശേഷം നടന്ന കല്യാണം പത്രത്തിൽ വാർത്തയായി. ഓക്കെ, വീണ്ടും മറ്റൊരു ചിത്രത്തിലൂടെ 10 ചോദ്യങ്ങളുണ്ട്. ഫോട്ടോ? യെസ്, 10 ഫോട്ടോസ്. നിങ്ങൾക്ക് ചിത്രം കിട്ടിയെന്ന് എനിക്കറിയാം. പെട്ടെന്ന് എഴുതിക്കും, ആരാണെന്ന് എന്താണ് സംഭവം എന്ന് എഴുതിയാൽ മതി. എന്താ സംഭവം എന്ന് ആക്കിയോട്ടെ. എന്താണ് ആലോചിക്കാം. 5 മാർക്ക് പകുതി തരുന്ന കാര്യം ആലോചിക്കാം. കാര്യം നിഷാൻ പകുതി മാർക്ക് കൊടുക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഇനിഷ്യൽ തെറ്റിയാൽ മുഴുവൻ മാർക്കും കളയും. ഉറപ്പായിട്ടും ഇനിഷ്യൽ തെറ്റിയ ആള് മാറിപ്പോകും. ഉത്തരം എഴുത്. അത് പറ, ഇനിഷ്യൽ എഴുതാതെ ആളെഴുതിയ എന്നാ ഞാനും കാര്യം എഴുതും. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എഴുതിയില്ല, കാര്യം എഴുതിയില്ല. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം പറ. ഉത്തരം പറ, എന്നിട്ട് ഞാൻ ലിബിയുടെ ഉത്തരം പറ. നിഷാന്റെ ഉത്തരം. വേൾഡ് കപ്പ് അണ്ടർ 19 വനിതാ 20 കിട്ടിയില്ല മലയാളി താരം. ഓക്കെ, നിബി. ഞാൻ പേര് എഴുതി. എന്താ എഴുതിയേ? ജോഷിത ആണ്. ജോഷിത എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അല്ല, വി ജെ ജോഷിതയാണ്. ശരി, വി ജെ ജോഷിതയാണ്. നിബിക്ക് 10 മാർക്ക്, നിഷാൻ 5 മാർക്ക്. നിഷാൻ, നീ വിഷമിക്കൊന്നും വേണ്ട, നല്ല പ്രകടനമാണ്. പേര് മറന്നു പോയതല്ല, അത് വലിയ കുഴപ്പമില്ല. 5 മാർക്കേ കിട്ടുള്ളൂ പക്ഷെ കേട്ടോ. അപ്പൊ ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഞാൻ ഈ പേരും സംഭവം എഴുതുന്ന എനിക്ക് 15 മാർക്ക് കിട്ടുമോ? ഇല്ല, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ 15 മാർക്ക് കിട്ടുന്നത്? ശരി, അടുത്തത്. ഫുൾ ഫോം എഴുതണോ ഷോർട്ട് ഫോം എഴുതണോ? എന്താണ് സംഭവം? ഫുൾ ഫോം എന്ത് വേണം എഴുതിക്കൂ. നിഷാൻ, നീ കണ്ടല്ലോ പാലവും മറ്റു സംഭവങ്ങളും ഒക്കെ. കേരളത്തുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. ഈ അടുത്ത കാലത്ത് വീണ്ടും ചെറിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ റോഡും പാലവും ഒക്കെ പണിത് പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു എംബ്ലമാണ് കാണുന്നത്. ഇത്രയും മതി, ഇത് തന്നെ എംബ്ലം ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഏതൊക്കെ എക്സിബിഷന് പോയാലും ഈ അടുത്തിടെ കാണുന്നതാണ് ഈ എംബ്ലം. സ്കൂളുകളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്ന, കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവത്തിന്റെ എംബ്ലമാണ്. നിബി ഉത്തരം എഴുതിയോണ്ടാണ് ഞാൻ നിനക്ക് ഇത്രയും ക്ലൂ തരുന്നത്. ഓക്കെ, മതി. ഏതാ? കിഫ്ബിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കിഫ്ബി ആണ് നിഷാൻ. അതായത് കിഫ്ബി നിർമ്മിച്ച റോഡുകളിൽ ടോള് വരുമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അത് മാത്രമല്ല, കിഫ്ബിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതിന്റെ വിവാദങ്ങളൊക്കെ വരുന്നു കേട്ടോ. എന്തുവാടാ ഇത്, ഒരു വീഡിയോ അല്ലേ? ജലദോഷമാണോ? ദാ വീണ്ടും ഒരു ചിത്രം. നിങ്ങള് പത്രം വായിച്ചിട്ടുണ്ടോ? യൂട്യൂബ് നോക്കി കറണ്ട് അഫയേഴ്സ് പഠിച്ചവർക്കുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ആൾക്കൂട്ടം കൂടിച്ചേർന്ന് ഏതോ ഒരു വലിയ കെട്ടിടം തകർക്കുകയാണ്. ഇതാണ് ക്ലൂ. ആളുകൾ കൂടിച്ചേർന്ന് ഒരു രാഷ്ട്രപിതാവിന്റെ വീടാണ് തകർക്കുന്നത്. ഇതിൽ കൂടുതൽ ക്ലൂ ഇല്ല. ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ച് തകർക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവിടുത്തെ ആൾക്കാരുടെ രീതി. അപ്പൊ എന്താ ഞങ്ങൾ എഴുതണ്ടേ? നിങ്ങൾക്ക് എന്താ സംഭവം എഴുതിയാൽ നിങ്ങൾ എഴുത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലായി. മതി. നിഷാൻ എഴുതിയ എന്താ? നിവി എന്താ എഴുതിയേ? ബംഗ്ലാദേശിൽ അവാമി ലീഗ്, അതായത് ഷെയ്ഖ് ഹസീനയുടെ അച്ഛനാണ് മുജീബുർ റഹ്മാൻ, രാഷ്ട്രസ്ഥാപകൻ, രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിന്റെ വീട് തകർക്കുന്ന ചിത്രമാണ്. ഷെയ്ഖ് ഹസീന അവാമി ലീഗും പുറത്തായതിനു ശേഷം അവിടെ ശരിക്കും പറഞ്ഞാൽ അനാർക്കിയാണ്, അരാജകത്വമാണ്. ആളുകൾ മൊത്തം അക്രമത്തിലേക്ക് വീണ്ടും തിരികെയാണ്. വളരെ മോശം സാഹചര്യമാണ്. നമ്മൾ ഇന്ത്യയെക്കുറിച്ചൊക്കെ അഭിമാനം തോന്നുന്നു ഇങ്ങനെയൊക്കെയാ ഇപ്പോഴൊക്കെയാ കേട്ടോ. 2 പേർക്കും 10 മാർക്ക്. ബംഗ്ലാദേശ് ഐഡന്റിഫൈ ചെയ്തതിന് പ്രത്യേകം മാർക്ക്. 10 മാർക്ക്. പ്രത്യേക അഭിനന്ദനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അടുത്ത ചിത്രം വന്നു നോക്ക്. എന്താ സംഭവം? MP രാജേഷ് ക്രിക്കറ്റ് കളിക്കുന്നു. സെൻസേഷണൽ ചിത്രം കഴിഞ്ഞ ആഴ്ചത്തെ. നോക്കട്ടെ, ഒരു ക്ലൂ എഴുതിയാൽ മതി. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകുന്നതിൽ ചെറിയ ക്ലൂ എഴുതിയാൽ മതി. ഉത്തരം പറയുമ്പോൾ വിശദീകരിച്ചാൽ മതി. ഓക്കെ, നിബി എന്താ ഇത് സംഭവം? ബ്രഹ്മപുരം. നിഷാൻ എന്താ എഴുതിയേ? പ്ലാസ്റ്റിക് മാലിന്യം കാരണം കത്തി നശിച്ച ബ്രഹ്മപുരത്തെ. അതെ, ബ്രഹ്മപുരം. MP രാജേഷ് ശരിയാക്കുവാണ്.
അതെടുത്ത് ശരിയാക്കിയപ്പോ ഓക്കെ, മനസ്സിലായി, സംഭവം മനസ്സിലായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം വി രാജേഷ്. ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരമായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ സിറ്റുവേഷൻ ആകപ്പാടെ അതിന്റെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് നിന്നുള്ള ചിത്രമാണ്. ഓക്കെ, രണ്ടുപേർക്കും 10 മാർക്ക്. വീണ്ടും ഒരു ചിത്രം. 10 പടമുണ്ട്. ചിത്രങ്ങളുടെ എണ്ണം അല്പം കൂടിപ്പോയി അല്ലേ? കറണ്ട് അഫയേഴ്സ് ആണ്. ആൾക്കാരെ സൂക്ഷിച്ചു നോക്കുക. ആളുകൾ മുഴുവൻ കൂടിയിരിക്കുന്നു. ആ ഇരിക്കുന്ന ആളുകളുടെ എന്തോ ഒരു പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്ന ബൈബിൾ ആണെന്നാ. ഇതിൽ കൂടുതൽ ക്ലൂ ഇല്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. എൽ പി കാരനോടൊക്കെ എഴുതണ്ടേ? ഹൈസ്കൂളുകാരൻ മാത്രം എഴുതിയാ മതിയോ? ഓക്കെ, നിഷാൻ, സംഭവം എന്താ? മാരാമൺ കൺവെൻഷൻ. നോക്കുക. ആ, നീ എന്താ എഴുതി? ഓ, അവന്റെ ഒരു അഭിനയം. പത്തനംതിട്ടയിൽ പമ്പ തീരത്തെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ്, കൂട്ടായ്മയാണ്. അവിടെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമുണ്ട്. അത് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ ദിവസമാണ് മാരാമൺ കൺവെൻഷൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റൗണ്ടിലെ ചിത്രങ്ങളുടെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം വന്നിരിക്കുന്നു. അവസാനത്തെ ചിത്രം വന്നിരിക്കുന്നു. അടി ഉണ്ടാക്കാതെ വന്നില്ലേ? ഒരു ചിത്രം വന്നിരിക്കുന്നു. എന്താണ് സംഭവം? അത്രേ ഉള്ളൂ. അല്ല, പത്രം വായിക്കുന്നവരല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നൊരു ചിത്രമാണ്. എല്ലാ പത്രത്തിലും ഇതുമായി ബന്ധപ്പെട്ടൊരു ഇതേ ഫോട്ടോ ആയിരിക്കില്ല. ഒരു പഴയ പാലം, ഒരു പുതിയ പാലം കാണും. ഏതോ ഒരു പാലം. നീ കൂടുതൽ ക്ലൂ ഇല്ല. ക്ലൂവിൽ നിബി എഴുതി. ആ ക്ലൂവിലല്ല, എനിക്ക് കണ്ടപ്പോഴേ തോന്നിയൊരു പാലാ, അതുകൊണ്ട് എഴുതി. ഈ 2 പാലങ്ങളാണ് മനസ്സിൽ വന്നത്, പക്ഷെ ഇതാണ്. ഓക്കെ, നിഷാൻ ഉത്തരം ഉണ്ടോ? പറഞ്ഞോ. കിഫ്ബി അല്ല, നിബി. പാമ്പൻ പാലമാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1914 പാമ്പൻ ദ്വീപിലേക്ക് പണിത പാലമാണ്. ധനുഷ്കോടിയൊക്കെ അവിടെയാകട്ടോ, ചിക്കടി ഏറ്റവും നീളം കൂടിയ പാലമാണ്. എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നം, അതുവഴി കപ്പലുകളുടെയൊക്കെ യാത്രയെ ഈ പാമ്പൻ പാലം ബാധിക്കുന്നുണ്ട്. നേരത്തെ ഒരു അപകടം നടന്ന് പാമ്പൻ പാലത്ത് ഇപ്പോൾ അത്ര ആരോഗ്യപരമായ അവസ്ഥയിലുമല്ല. അവിടെയാണ് പുതിയ പാലം പണിതിട്ടുണ്ട്. ആ പുതിയ പാലം ചിത്രത്തിൽ കാണാം. പുതിയ പാലത്തിന്റെ പ്രത്യേകത, കപ്പലുകൾ വരുമ്പോൾ അത് പൊക്കി അത് കപ്പലുകളുടെ യാത്രയൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഈ റൗണ്ടിൽ എത്ര മാർക്ക് വീതമാണ്? നിബിക്ക് 90 മാർക്ക്, നിഷാന് 55 മാർക്ക്. 1 2 3 30 40 50 ഒരു 5 മാർക്കുണ്ട് ജോഷ്. 55 മാർക്ക്. ഓക്കെ, രണ്ടുപേരുടെ പ്രകടനം മോശമില്ല, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവസാന റൗണ്ടിലേക്ക്. അതിന് 8 ചോദ്യങ്ങളുണ്ടാകെ. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന 5 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 20 മാർക്ക്. നിങ്ങൾ വിട്ടുപോകുന്ന 3 ചോദ്യങ്ങൾ നമ്മൾ ഇത്തവണ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. മനസ്സിലായില്ല. 8 ചോദ്യങ്ങൾ ലാസ്റ്റ് റൗണ്ടിലുണ്ട്. 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക്. ബാലൻസ് വരുന്ന 3 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം പറയണ്ട. ആ ചോദ്യങ്ങൾ നമ്മളോട് ഉന്നയിക്കും. ഇത് കാണുന്നവർ കമന്റ് ആയിട്ട് ഉത്തരം ഇടട്ടെ. ഓക്കെ, ആകെ 8 ചോദ്യങ്ങൾ. 1 മുതൽ 8 വരെ നമ്പർ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കോമൺ ആണ്. 20 മാർക്ക്. നിഷാൻ ഒരെണ്ണം സെലക്ട് ചെയ്തോ. 6. നിഷാൻ CM കിഡ്, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇന്റലിജൻസ് ആൻഡ് ഡിലിജൻസ്. കേട്ടോ, ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇന്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ്. CM കിഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പുതിയൊരു സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട്. ആക്ച്വലി നിലവിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സ്കോളർഷിപ്പുകൾക്ക് പകരമായിട്ടാണ് ഈ പുതിയ സംവിധാനം വരുന്നത്. ആരെ മാറ്റിക്കൊണ്ടാണ് CM കിഡ് വരുന്നത്? പറഞ്ഞോളൂ. ഏതാ? LSS USS. ശരിയായ ഉത്തരവാണ്. LSS-നും USS-നും പകരം വരുന്ന പുതിയ സ്കോളർഷിപ്പുകളാണ്. ഓക്കെ, നിബിക്ക് സെലക്ട് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടുപേർക്കും 10. രണ്ടുപേർക്ക് 20 മാർക്കായത്. അടുത്ത ക്വസ്റ്റ്യൻ 3. ഇതെന്നോ എനിക്ക് പവന് 62,480 രൂപ. ഇപ്പൊ സ്വർണം പവന് ഭയങ്കര വില കൂടുന്നു. 80,000 രൂപയായെന്ന് കരുതുക. കൂടി ഒരു പവൻ സ്വർണത്തിന് 80,000 രൂപയായെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില എത്ര?
ഇത് പവനോ? ഒരു പവന് 80,000 രൂപ. ഒരു പവൻ എന്ന് വെച്ചാൽ എത്രയാ? അതാണല്ലോ ചോദ്യം. ഒരു പവൻ 80,000 രൂപയാണെങ്കിൽ 1 ഗ്രാം സ്വർണത്തിന് എത്ര? എഴുതിക്കോ. ഒരു പവൻ എത്രയാ? 80,000 രൂപ. ഉദ്ദേശിച്ചത് ഒരു പവൻ എന്ന് പറയുമ്പോ വെയിറ്റ് എത്രയാ? അതറിയാമെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. നീ ചുമ്മാ അതെ. എന്നാ പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചാൽ പോരായിരുന്നു. പ്ലീസ് അങ്ങനെ ചോദിച്ചോ. 1 പവൻ സ്വർണത്തിന് 80,000 ആയാൽ 1 ഗ്രാമിന് എത്ര? ശരി, സമയം കഴിഞ്ഞു. എന്താ ചെയ്യേ? ഓക്കെ, മതി. നീ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തോണ്ടിരിക്കുന്ന പറ. പിന്നെ 1 പവൻ എത്ര ഗ്രാമാണ് നിഷാൻ? 10 കിലോ. നിവി? 12. നിങ്ങളിത് വെളിയിൽ ആരും കേക്കണ്ട, കട്ടിയ നിർവാഹമില്ല. 8 ഗ്രാമാണ് 1 പവൻ എന്ന് പറയുന്നത്. 10,000 ഉത്തരം. ഉത്തരം 10,000. ഉത്തരം എത്രയാ? എന്നാലും 1 മിനിറ്റ്. 12 ആണെങ്കിലും എങ്ങനെയാണ് ഇവ 1000 വരുന്നത്? എത്രയല്ലേ അവിടെ? 1 പവൻ എത്ര ഗ്രാമാ? നിഷാൻ ഉത്തരം പറ. 1 പവൻ എത്രയാ? നിബി ആലോചിച്ച് ഓർത്തു വെക്കണം കേട്ടോ. 1 പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം. 1 പവൻ 80,000 ആണെങ്കിൽ 1 ഗ്രാമിന് 10,000. പത്രത്തിൽ വരാത്തോണ്ടാണോ അതറിയാത്തത്? ആണല്ലോ. സ്വർണം എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് അത് എത്ര ക്യാരറ്റ് ആണ് ഏറ്റവും നല്ല സ്വർണ്ണത്തിന് 916 ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 പവൻ എത്രയാണ്, ഇത് കാര്യങ്ങളെല്ലാം അറിഞ്ഞേ പറ്റൂ. അങ്ങനെയാണ് പത്രം വായിച്ചും കാര്യങ്ങൾ അറിഞ്ഞും പഠിക്കേണ്ടത്. ശരി, അടുത്ത നമ്പർ പറഞ്ഞോ. നിഷാൻ 6-3 കഴിഞ്ഞു. 1. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയെ തോറ്റു, BJP അധികാരത്തിൽ വന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളും തോറ്റു. പഴയ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ BJP സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ BJP സ്ഥാനാർത്ഥിയുടെ പേര്. നിഷാൻ വീണോ? ഏതാ നീ പറഞ്ഞ ക്വസ്റ്റ്യൻ? ഏതാ? അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണോ? ഉണ്ട്. നിഷാൻ എത്ര? അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു? 7 ആണോ? ശരി, ഓക്കെ. ഇത് ഉത്തരം പറ. പവൻകുമാർ. പർവേഷ് വർമ്മയല്ലേ? ആണോ? ഓക്കെ, ശരി. പർവേഷ് വർമ്മ. എങ്കിൽ അടുത്ത നിബിക്ക് നമ്പർ പറയാം. 2. ഹെൻലി സൂചികയിൽ ഇന്ത്യ 80ാമത്. 1ാമത് സിംഗപ്പൂർ ആണ്. 2ാമത് ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. ഏറ്റവും അവസാനത്തെ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. എന്താണ് ഹെൻലി സൂചിക? അതാണ് എഴുതേണ്ടത്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? നിഷാൻ നിവിക്കാണെങ്കിൽ ഈ ചോദ്യത്തിന് നിവി കൂടി എഴുതാം, അല്ലെങ്കിൽ 50 മാർക്കാക്കരുത്. ഹെൻലി സൂചിക ഇതൊരു പ്രത്യേക സ്റ്റാർഡ് ചോദ്യമാണ്. കാര്യം ഈ ചോദ്യത്തിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പട്ടിണിയാണോ, ദാരിദ്ര്യമാണോ, തൊഴിലില്ലായ്മയാണോ? ഹെൻലി സൂചികയിൽ ഇന്ത്യ 80ാമതാണ്. ഏറ്റവും ഫസ്റ്റ് സിംഗപ്പൂർ. ശരി, നിവി ഉത്തരം പറ. ഉത്തരം എന്താ എഴുതിയത്? നീ എന്താ എഴുതിയേ? അവന്റെ അഭിനയം കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു. ഹെൻലി സൂചിക ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണ്. നമ്മുടെ പാസ്പോർട്ട് 80ാമത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാം, എന്താണ് അതിന്റെ പ്രത്യേകത. ഒരെണ്ണം കൂടെ, ലാസ്റ്റ് വൺ. 5. ഒരു കമ്പനിയുടെ പേരാണ് 5. ഒരു കമ്പനിയുടെ പേരാണ് എറ്റേണൽ. ആക്ച്വലി നേരത്തെ മറ്റൊരു കമ്പനി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ആഴ്ച നിങ്ങൾ പത്രത്തിൽ കണ്ടു. ആ കമ്പനി എറ്റേണൽ എന്ന പേരിൽ പുതിയൊരു പേരിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷനൊക്കെ ആപ്പൊക്കെ പഴയ ഏതാ നിഷാൻ? സൊമാറ്റോ ആണ്. സൊമാറ്റോയുടെ പുതിയ പേരാണ്. ഓക്കെ, രണ്ടുപേരും എത്ര മാർക്ക് വീതം കിട്ടി ഈ റൗണ്ടിൽ? ദീപിക്ക് 3 ശരി, 60 മാർക്ക്. നിഷാന് 60 മാർക്ക്. ഓക്കെ, വെരി ഗുഡ്. അരവിന്ദ് കെജ്രിവാൾ 2. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ വിജയ് നിബിയാണ്. സമ്മാനം തരുന്നതിന് മുമ്പായിട്ട് 3 ചോദ്യങ്ങൾ നമ്മൾ ഓഡിയൻസിന് വേണ്ടി ബാലൻസ് ഉണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പറയണ്ട, നിങ്ങൾ ഉത്തരങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓഡിയൻസിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ പറയട്ടെ.
ഒന്നാമത്തെ ചോദ്യം, ലോക ചെസ് വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ഏതാണ്? ലോക ചെസ് വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടൂർണമെന്റ്, അതിന്റെ പ്രത്യേകത ഓർക്കണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ഇത്തവണത്തെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളോട് ചേർന്ന് കിടക്കുന്ന 10 കിലോമീറ്റർ പരിധിയിലുള്ള വീടുകൾ, അത് ഉപയോഗയോഗ്യം അല്ലാതെ എന്നുള്ളതല്ല പറയട്ടെ, ഉപയോഗിക്കാതെ കിടക്കുന്ന വീടുകൾ കൂടി ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതിനോട് ഒരു പദ്ധതി വന്നിട്ടുണ്ട്. ആ പദ്ധതിക്ക് ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? നിഷാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിബി മർദ്ദിച്ചു ഇതിനിടയ്ക്ക്. അവനെ ഭയങ്കര മോശമായി പോയി. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ കഴിഞ്ഞു വേണമെങ്കിൽ നിബിക്കിട്ടുള്ള വീഡിയോ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചാറ്റ് ജിപിടിയുടെ സ്ഥാപകൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നുള്ളതാണ്. 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അല്ല, അപ്പൊ ഇതിന് സമ്മാനമുണ്ട്. ഈ മത്സരത്തിനിടയ്ക്ക് അനാവശ്യമായി ദേഷ്യപ്പെട്ട നിബിനിൽ നിന്ന് സമ്മാനം ഏറ്റെടുത്ത് നിഷാൻ കൊടുക്കാണ്. നിഷാൻ, സമ്മാനം ഇതിന് എന്തെങ്കിലും നിബിക്ക് കൊടുക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഓക്കെ, എനിക്ക് തൽക്കാലം അവന് കൊടുക്കാം. സമ്മാനം കിട്ടിയിട്ടുണ്ട്. വീണ്ടും എനിക്ക് തന്നെ. എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിഷാനൊപ്പം ഇത് കരച്ചിലല്ല, പക്ഷെ ശരിയാണ്, കരച്ചിലല്ലെന്ന് മനസ്സിലായിട്ടുണ്ട്.